ദിലീപിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വെറും 2 ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് ദിലീപിന് ഇപ്പോൾ കോടതി വിധിച്ചത്. ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നും പ്രതിയെ വിവിധ ജില്ലകളിൽ കൊണ്ടുപോയി തെളിവെടുക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഇത്ര വലിയ കുറ്റമായിരുന്നിട്ട് കൂടി വെറും 2 ദിവസത്തെ മാത്രം കസ്റ്റഡിയാണ് ദിലീപിന് കോടതി വിധിച്ചത്. ജനപ്രിയ നായകനെ അങ്കമാലി കോടതി വളപ്പിൽ കൂക്കി വിളിച്ചാണ് ജനം സ്വീകരിച്ചത്. രാവിലെ 11 മണിയോടെ തന്നെ ആദ്യ കേസായി കോടതി ഇത് പരിഗണിച്ചു. 20 വർഷം വരെ ശിക്ഷ കിട്ടാനുള്ള കുറ്റങ്ങളാണ് ദിലീപിനെതിരെ ചുമത്തിയിട്ടുള്ളത്. കൂട്ടമാനഭംഗം, ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കൽ, പ്രതിയെ സംരക്ഷിക്കൽ, തൊണ്ടി മുതൽ സൂക്ഷിക്കൽ, ഭീഷണി, അന്യായമായി തടങ്കലിൽ വെക്കൽ, IT ആക്ട് 66E, 66A എന്നിവയാണ് ദിലീപിനെതിരെയുള്ള കുറ്റങ്ങൾ. ദിലീപിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ശക്തമായി തന്നെ പോലീസ് വാദിച്ചു. സമൂഹത്തിൽ സ്വാധീനവും പണവുമുള്ള വ്യക്തിയാണ് ദിലീപ്. ഇപ്പോൾ ദിലീപിനെ പുറത്തുവിട്ടാൽ അത് കേസ് അന്വേഷണത്തെ ബാധിക്കും. കൂടുതൽ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നും പോലീസ് പറഞ്ഞു. എന്നാൽ ദിലീപിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളും തെളിവുകളും പോലീസ് കെട്ടിച്ചമച്ചതാണെന്നായിരുന്നു അഡ്വക്കേറ്റിന്റെ വാദം. 2013 മാർച്ച് 26 മുതൽ ഏപ്രിൽ 7 വരെ പലതവണ എറണാകുളം അബാദ് പ്ലാസ ഹോട്ടലിലെ 410 നമ്പർ മുറിയിൽ കേസിലെ 1-ാം പ്രതി സുനിൽകുമാർ ദിലീപിനെ കണ്ടു. കുറ്റകൃത്യം നടത്തിയ 2017 ഫെബ്രുവരി 17 മുൻപ് പല സ്ഥലങ്ങളിലും ദിലീപും സുനിയും കണ്ടുമുട്ടി. ജോർജ് ഏട്ടൻസ് പൂരം ചിത്രീകരണ വേളയിൽ 2017 നവംബർ 13 തൃശൂർ ടെന്നീസ് ക്ലബിൽ നിർത്തിയിട്ടിരുന്ന ക്യാരവാൻ വാഹനത്തിന്റെ പുറത്തുവെച്ച് ദിലീപും സുനിയും സംസാരിക്കുന്നത് കണ്ടു എന്ന സാക്ഷിമൊഴിയുമുണ്ട്. 2016 നവംബർ 8 എറണാകുളം തോപ്പുംപടി പാലത്തിന് സമീപമുള്ള വില്ലിംഗ്ടൺ ഐലൻഡിലെ സ്വിഫ്റ്റ് ജംഗ്ഷൻ, 2014 തൊടുപുഴ ശാന്തിഗിരി കോളേജിന് സമീപമുള്ള ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്നിവിടങ്ങളിലും പ്രതി സുനിൽകുമാറും ദിലീപും തമ്മിൽ കണ്ടുമുട്ടി. പിന്നെ ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. അത് ദിലീപിൽ നിന്ന് മാത്രമേ അറിയാൻ പറ്റൂ എന്നാണ് പോലീസിന്റെ വാദം. പ്രതികൾ തമ്മിൽ കണ്ട സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി തെളിവ് ശേഖരിക്കേണ്ടതുണ്ട് എന്നും പോലീസ് പറഞ്ഞു. ഈ അഭിജിത്ത് അശോകൻ അരുൺവിഷവും ഇവിടെ സെൻട്രൽ സ്ക്വയറിൽ വന്നിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. അവരായിട്ട് തന്നെ പറഞ്ഞത്, ഒരു കാര്യം ചെയ്യും, അതായത് നിങ്ങൾക്ക് ക്യാഷ് തരാം, പക്ഷേ ഞങ്ങൾ ഈ പടം റിലീസായി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവുള്ളൂ. പടം റിലീസായി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറപ്പായിട്ടും തരും എന്നാണ് അവരെന്ന് പറഞ്ഞത്. പടം റിലീസാകുമ്പോൾ തരാമെന്നല്ല പറഞ്ഞത്. അപ്പോൾ എപ്പോഴാണ് ഏകദേശം എപ്പോൾ തരാൻ പറ്റും എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു